പാക് അധിനിവേശ കാശ്മീർ കത്തുന്നു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരും പാകിസ്ഥാൻ സുരക്ഷാ സേനയും തമ്മിൽ പോര്. 11 പേർ കൊല്ലപ്പെട്ടു, 70-ലധികം പേർക്ക് പരിക്ക്. കൊല്ലപ്പെട്ടവരിൽ 4 പോലീസുകാരും. കടുത്ത വിലക്കയറ്റവും വൈദ്യുതിക്ഷാമവും തൊഴിലില്ലായ്മയും കലാപകാരണം. ട്രംപിന്റെ ഇടപെടലിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ താൽക്കാലിക ആശ്വാസം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സമാധാനത്തിനുമാണ് മുൻഗണനയെന്ന് ഇറാൻ. ആക്രമണമുണ്ടായാൽ പ്രതികരിക്കുമെന്നും മുന്നറിയിപ്പ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് നെതന്യാഹുവിനോട് ട്രംപ്. ട്രംപിന്റെ വിസ നയത്തിന് വൻ തിരിച്ചടി. H1B1 വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള തീരുമാനം റദ്ദാക്കി US കോടതി. ഭരണകൂടത്തിന് നിയമപരമായി അധികാരമില്ലെന്ന് കോടതി. വിസയ്ക്കായി ട്രംപ് നിശ്ചയിച്ചത് 84 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ. ഇന്ത്യക്കാർക്ക് വലിയ ആശ്വാസം. ക്യൂബൻ തീരത്ത് കടലിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റിൽ വരെ പ്രകമ്പനം. പരിഭ്രാന്തരായി ജനം. മൂന്നാം മുന്നണിക്ക് ശ്രമം തുടങ്ങി DMK. കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടികളെ ഒപ്പം കൂട്ടും. കോൺഗ്രസ് കാട്ടിയത് വഞ്ചനയെന്ന DMK. ലക്ഷദ്വീപിൽ മദ്യനിരോധനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുക ലക്ഷ്യം. അനുമതി കർശനമായ ലൈസൻസിംഗ് വ്യവസ്ഥകൾക്ക് വിധേയമായി. നിരോധനം നിലവിൽ വന്നത് 1979. വടക്ക് കനത്ത കാലവർഷം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറത്തും വയനാട്ടിലും ഓറഞ്ച് അലർട്ട്. പെരിയാറിൽ കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുന്നു. ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തകർക്ക് രക്ഷയുണ്ടോ? നവകേരള യാത്രക്കിടെ ഉണ്ടായ മർദ്ദനക്കേസിൽ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. വിധി പറയുന്നത് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വയനാട്ടിൽ ആശങ്കയുയർത്തി ഷിഗല്ല രോഗബാധ. സുൽത്താൻ ബത്തേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ലക്ഷണങ്ങളുമായി നിരവധി വിദ്യാർത്ഥികൾ ചികിത്സയിൽ. ജില്ലാതല ഉന്നതതല യോഗം രാവിലെ. ആരോഗ്യമന്ത്രി ഇന്ന് ജില്ലയിൽ. ചന്തു സലിംകുമാറിന് പിന്തുണയുമായി നിരവധി പേർ. സുകുമാരൻ മരിച്ചപ്പോൾ പൃഥ്വിരാജിനുണ്ടായത് സമാനമായ അനുഭവമെന്ന് മല്ലിക. എന്തും കാണിച്ച് എൻ്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള വിചാരക്കാർ ഒരുപാട് പേരുള്ളൊരു സമൂഹത്തിലാണ്. പക്ഷെ അത് കാണിക്കേണ്ടത് ഒരു മരണ വീട്ടിലല്ല. ഓൺലൈൻ മാധ്യമങ്ങളെ വിമർശിച്ച് ശ്രീകുമാരൻ തമ്പിയും ലാൽ ജോസും. ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബയുടെ മൊഴിയെടുക്കാൻ പോലീസ്. ഇന്ന് കടവന്ത്ര സ്റ്റേഷനിൽ ഹാജരാവണം. ടിനി ടോം തന്നെ മതതീവ്രവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.